ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ലെറ്റ്സ് പ്ലേ വേൾഡിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിതറിനെ ഡിഫീറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ആദ്യത്തെ അല്ല, രണ്ടാമത്തെ ബോസിനെ ഡിഫീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഞാൻ ഒരു 6 മാസമായിട്ട് കളിക്കുന്ന എൻ്റെ ലെറ്റ്സ് പ്ലേ വേൾഡിലാണ്. ഞാൻ വേണേൽ റീക്യാപ്പ് തരാം. ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു 1000 ദിവസമൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ആ വീഡിയോയിൽ എല്ലാവരും പറഞ്ഞു ഇത് കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. അപ്പം നമ്മൾ ഈ വേൾഡ് നമ്മളിന്ന് കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ഒരു ലൂട്ടിങ് 3 സോഡ് വെച്ചിട്ട് നമ്മൾ വിതർ സ്കെൽറ്റനെ കൊന്ന് ഹെഡ് സെറ്റ് ചെയ്തിട്ട് ഇന്ന് നമ്മൾ വിതറിനെ സ്പോൺ ചെയ്ത് ഡിഫീറ്റ് ചെയ്യും. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ നേരെ പോകുന്നത് നമ്മുടെ ബ്ലേസ് ഫാമിലാണ്. ബ്ലേസ് ഫാം ഇപ്പോൾ ഫോർട്രസ്സിലാണല്ലോ ഇരിക്കുന്നത്. അപ്പം ഫോർട്രസ്സിൽ ഞാൻ ഒരു അരമണിക്കൂർ നിന്ന് നമുക്ക് ഹെഡ് കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം. ഇപ്പം ഞാൻ നേരെ നമ്മുടെ ബ്ലേസ് ഫാമിലോട്ട് ചെല്ലുമ്പം ഇപ്പോൾ ബ്ലേസിനെ ഒന്നും ചെയ്യാനല്ല, നമുക്ക് ഈ ബ്ലോക്കൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് അകത്ത് അവരുണ്ടോ ഇല്ലയോ എന്ന് നോക്കാനാണ്. ഈ ചെറിയൊരു ടൈപ്പ് ഓഫ് നമുക്കൊരു ഫാം പോലെ ഇത് സെറ്റ് ചെയ്യാം. കാര്യം കുറച്ച് ബ്ലോക്കൊക്കെ വെച്ചിട്ട് ചെറിയൊരു ഫാം പോലെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് ബ്ലേസൊക്കെ ഉണ്ട്. ഇവരെ ആദ്യം ഒന്ന് തീർക്കണം, എന്നാലേ നമുക്ക് അകത്തോട്ടൊന്ന് കയറാൻ പറ്റത്തുള്ളൂ. ഇത് സ്പോണറുടെ അല്ല, ഇതല്ലാതെ നമ്മുടെ ഫോർട്രസ്സിലല്ലാതെ സ്പോണാവുന്നതാണ്. ആദ്യം നമുക്ക് ഈ അകത്തോട്ട് കയറിയിട്ട് ആശാന്മാരവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ബ്ലേസ് റോഡൊക്കെ കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ചെയ്ത് കഴിയുമ്പം എനിക്ക് അത്യാവശ്യം ബ്ലേസ് റോഡും കിട്ടുമെന്ന് തോന്നുന്നു. ഇതല്ലാതെ ഫാം അല്ലാതെ ഇവിടെ ഒരു ബ്ലേസ് ഉണ്ട്. അപ്പോൾ ഈ സൈഡെല്ലാം നമുക്ക് ആദ്യം ഒന്ന് കവർ ചെയ്ത് വെക്കാം. അവനെ ഒന്ന് തീർക്കാം. ഇപ്പോൾ ഞാൻ പക്ഷേ ബ്ലോക്കൊന്നും എടുത്തിട്ടില്ല ഗൈസ്. അപ്പോൾ ഞാൻ ഈ നെതർ ബ്രിക്ക് തന്നെ ഒന്ന് എടുത്ത് ഇവിടുന്ന് കുറച്ചൊക്കെ എടുത്ത് ചെറിയൊരു ഫാം പോലെ ഒന്ന് ഞാൻ തട്ടി കൂട്ടണം. ഇവിടെ ആരുമില്ല. ഞാൻ അപ്പുറത്തെ സൈഡിലോട്ടൊന്ന് പോകാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ അല്ല, നമുക്ക് ഇതിൻ്റെ പുറകിലത്തെ സൈഡിലോട്ട് ഒന്ന് കയറി നോക്കാം. ആദ്യം ഇവിടുന്ന് നമുക്ക് കുറച്ച് ബ്ലോക്ക് എടുക്കാം. ബ്ലോക്ക് എൻ്റെ കയ്യിൽ ഒട്ടും ഇല്ല. അപ്പം ഇവിടുത്തെ ബ്ലോക്കും എടുത്തിട്ട് ഈ സൈഡൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അപ്പുറത്തെ അങ്ങോട്ട് പോവാം. എനിക്ക് തോന്നുന്നു ഇവിടെ വല്ലതും കാണുമെന്ന് തോന്നുന്നു. ഈ സൈഡൊന്ന് ഞാൻ നോക്കട്ടെ. ഇതൊന്ന് പൊട്ടിച്ചിട്ട് അവിടെ ഒരു ലാവയൊക്കെ കാണുന്നുണ്ട് ഗൈസ്. ആ ലാവയൊന്ന് നമുക്ക് മാറ്റണം. ആ ലാവയൊന്ന് അവിടുന്ന് മാറ്റിയിട്ട് അവിടെ വല്ലതും ഉണ്ടോ നോക്കാം. ഇവിടെ ഞാൻ നേരത്തെ വന്നിട്ടുണ്ടല്ലേ, ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ബ്ലേസ് ഉണ്ട്, ഇവരെയും തീർക്കണം. ഇവിടെ ഞാനൊന്ന് ബ്ലേസ് ചിലപ്പോൾ അനോയിങ് ആയിരിക്കും. ആദ്യം ഈ ലാവയൊന്ന് നമുക്കൊന്ന് അടയ്ക്കാം. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ലാവയെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. മേളിലോട്ട് വരുമ്പോൾ ഇവിടെ കുറച്ച് ബ്ലേസ് ഉണ്ട്. അത് ഇവരെ ഒന്ന് തീർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ആ സ്ഥലം കുറച്ച് റിസ്ക്, അങ്ങോട്ട് നമുക്കിപ്പോൾ പോകണ്ട. അത് കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു അവിടെ വേറെ ആരും അതോ അവിടെ വേറെ സ്പോണറാണെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് ഇറങ്ങാം. അത് കുറച്ച് റിസ്ക് പിടിച്ച സ്ഥലമാണ്. ഇവിടെ ഒന്ന് അടച്ചു വെക്കാം. വേറെ മോബ്സൊക്കെ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബ്ലേസ് ഫാമിലും ബ്ലേസൊക്കെ വരാൻ തുടങ്ങി. ആദ്യം ഈ സ്കെലിട്ടനെ ഒന്ന് തീർക്കണം. അവനെ ഒന്ന് തീർത്തിട്ട് നമുക്ക് മറ്റേ സ്ഥലം ഒന്ന് മൂടണം. ആദ്യം ആ ബ്ലേസിനെയും കൂടെ തീർക്കാം. എനിക്കൊന്ന് കുറേ പേര് കാണും. അവിടെ ഒത്തിരി പേരുണ്ട്. അവരെല്ലാവരെയും ഒന്ന് ഇവിടെ നിന്നൊന്ന് സ്നൈപ്പ് ചെയ്തിട്ടിട്ട് നമുക്ക് ആ സ്ഥലവും കൂടെ ഒന്ന് നീക്കാം. ഇവിടെ നീക്കുമ്പോൾ ഇതുവരെ എനിക്ക് അവരെ ഒന്നും കണ്ടിട്ടില്ല. ഇതുവരെ അവരെയൊന്നും കണ്ടു കിട്ടിയില്ല. അപ്പം ഇവിടെ അവിടെ ഒരാളിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 ബ്ലോക്ക് വെച്ചിട്ട് വെക്കാം. കാര്യം വിതർ സ്കെലിട്ടണ് 2 ബ്ലോക്കിനെക്കാട്ടിലും ഹൈറ്റ് ഉണ്ട്. അപ്പം അതിനിങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കുറേ വരാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് 2 ബ്ലോക്ക് വെച്ചിട്ട് അവനെ ഒന്ന് ആങ്കർ ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ വരും. നമുക്ക് ആദ്യത്തെ ഹിറ്റാണ്. എന്തേലും കിട്ടുമോ നോക്കാം. ഇല്ല, 2 ബോണ് മാത്രം. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് കുറേ ബോണ് കിട്ടുമല്ലോ ഗൈസ്. ലാസ്റ്റ് നമുക്ക് എന്തൊക്കെ കിട്ടിയെന്നെല്ലാം ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇവനെയും കൂടെ ഒന്ന് സ്നൈപ്പ് ചെയ്തിട്ടിട്ട് അങ്ങോട്ട് വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഓപ്പണിങ്. അവിടെ കുറേ പ്ലേസ് ഉണ്ട്. അങ്ങ് മുങ്ങിയേക്കാം. ഇത് ശരിയാവില്ല. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് സേഫായിട്ട് കുറച്ച് സ്ഥലം കിട്ടിയിട്ട് അവിടെ നമുക്ക് ചെറുതായിട്ട് ബ്ലോക്കെല്ലാം ഒന്ന്
വെച്ചിട്ട് ഇവർ സ്പോൺ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെറിയൊരു എൻട്രൻസ് പോലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പം എനിക്ക് തോന്നുന്നൊരു കിടില ഫൈറ്റ് ആയിരിക്കും ഇനി ഉള്ളത്. അപ്പം ഞാനൊന്ന് ഫൈറ്റ് നടത്തട്ടെ, നിങ്ങളൊരു മ്യൂസിക് അങ്ങ് ഇട്ട്. ഗൈസ്, ഞാൻ വന്നിട്ട് 10 മിനിറ്റ് പോലും ആയില്ല. ഇപ്പോൾ എനിക്ക് ആദ്യത്തെ വിതർ സ്കെൽറ്റൻ്റെ ഹെഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവനെയും കൂടെ ഒന്ന് തട്ടി നോക്കാം, ചിലപ്പോൾ കിട്ടുമോ ഇല്ല. ആദ്യത്തെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി സമയമൊന്നും എടുത്തില്ല ഫസ്റ്റത്തെ കിട്ടാൻ. നമുക്കിത് നമ്മുടെ തലയിലിട്ട് നോക്കാം, എങ്ങനെയുണ്ട്, അല്ല ലുക്കുണ്ടോ നോക്കാം. നിങ്ങൾക്ക് കാണാം, ഞാൻ ഈ സൈഡെല്ലാം അടച്ച് ഒരു ചെറിയൊരു ഫാം പോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ താഴെ അവർ വരാതിരിക്കാൻ. പക്ഷേ ബ്ലേസ് കുറച്ച് പ്രശ്നമാണ്. കണ്ടോ, വിതറിന് ഇറങ്ങാൻ പറ്റത്തില്ല, വിതർ സ്കെൽറ്റന് വരാൻ പറ്റത്തില്ല. എനിക്ക് കുറേ കോളും കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ വേണ്ട ഈ സൈഡ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇതുവഴി നമുക്ക് വന്നിട്ട് കണ്ടോ ബ്ലോക്ക് വെച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കി. അപ്പോൾ നമുക്ക് ആരെങ്കിലും വരുവാണെങ്കിൽ ഓടി അതുവഴി കയറിയിട്ട് ഇപ്പുറത്തോട്ട് ഇറങ്ങാൻ പറ്റും. ഇനി എനിക്ക് ഈ സ്ഥലം ഫുള്ളൊന്ന് ബ്ലോക്ക് വെച്ച് ഫുള്ളെല്ലാം ഒന്ന് കവർ ചെയ്യണം, ആ സ്ഥലം ഫുള്ള്. അതും കൂടെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ സമയം കൊണ്ട് തന്നെ എനിക്കൊന്ന് 3 എണ്ണം റെഡി ആവുമെന്ന് തോന്നുന്നു ഗൈസ്. ഇപ്പോൾ തന്നെ റെഡിയാവും ആ സമയം കൊണ്ട് തന്നെ. ഗൈസ്, എനിക്ക് ഏകദേശം ഒരു അരമണിക്കൂറിന് മേളിലെടുത്ത് എനിക്ക് ബാക്കി 2 എണ്ണവും കിട്ടാൻ. പിന്നെ ആ സമയം കൊണ്ട് ഞാൻ അത്യാവശ്യം എൻ്റെ മനസ്സിൽ വിചാരിച്ച ഫാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ ഫാമായിട്ടൊന്നും അല്ല, മാനുവലി നമ്മൾ തന്നെയാണ് കൊല്ലേണ്ടത്. ഞാൻ ബാക്കി സ്ഥലങ്ങളെല്ലാം മാറ്റിയിട്ട് ഞാൻ ഇവിടെ എല്ലാം ബ്ലോക്ക് വെച്ച് കവർ ചെയ്തിട്ടാണ് ഞാനിത് വെച്ചിട്ടുള്ളത്. ഞാൻ ഹെൽമെറ്റ് മാറ്റിയിട്ട് ഇട്ടപ്പോൾ നല്ല ചെത്തായിട്ടുണ്ടല്ലേ ഗൈസ്, നല്ല സെറ്റായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെയാണ് ഞാൻ ആ സംഭവം റെഡിയാക്കിയതെന്ന്. ആദ്യം ആ ഹെൽമെറ്റ് ഒന്ന് ഞാൻ ഇടട്ടെ ഗൈസ്. ഇതേണ്ട നിങ്ങൾക്ക് കാണാം, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേണ്ട ആ ഒരു സൈഡ് ഫോർട്രസിൻ്റെ എല്ലാ സൈഡും ഞാനിങ്ങനെ ബ്ലോക്ക് വെച്ച് കവർ ചെയ്തിട്ട് ഒരു സൈഡ് ഞാനിങ്ങനെ ഒരു ഗ്യാപ്പ് കൊടുത്ത് ഒരു എൻട്രൻസ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴെ നിന്ന് തന്നെ കൊല്ലാൻ പറ്റും. ഈ സമയം ഞാൻ നിന്നപ്പോൾ തന്നെ എനിക്ക് കുറേ കോളും 51 ഇത് തന്നെ കിട്ടി ഗൈസ്. ബ്ലേസ് റോഡ് മാത്രം എനിക്ക് 51 കിട്ടി. പിന്നെ വിതർ സ്കെൽറ്റനെ കൊല്ലുമ്പം കുറേ ചവറ് സാധനങ്ങളും കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇതെല്ലാം ഞാൻ കൊണ്ട് കളഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് പോയിട്ട് ഞാൻ ബാക്കിയെല്ലാം കാണിച്ചു തരാം ഗൈസ്. ഞാനങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. വരാൻ നേരം ഞാൻ സോൾ സാൻഡ് വാലി കണ്ടു. അവിടുന്ന് ഞാൻ കുറച്ച് സോൾ സാൻഡ് എടുത്തു. 4 എണ്ണം എടുത്തുള്ളൂ, 4 എണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. ഞാനിപ്പോൾ വിതറിനെ കൊല്ലാൻ പോകുന്നത് ഒരു ഗ്ലിച്ച് വഴിയാണ്. ഞാൻ അതൊരു വീഡിയോ കണ്ടിട്ടാണ് ചെയ്തത്. ആ വീഡിയോയുടെ ലിങ്ക് വേണം ഞാൻ താഴെ കൊടുത്തിരിക്കാം. നമ്മുടെ ഓരോ സീഡിലും ഒരു യുണീക്കായിട്ടുള്ളൊരു കോർഡിനേറ്റ്സിൽ പോയാൽ നമുക്ക് ബെഡ് റോക്കിൽ ഒരു സംഭവം കാണാൻ പറ്റും. ഞാനിത് കാണിച്ചു തരാം. അത് എല്ലായിടത്തും സെയിം ആയിരിക്കും ഗൈസ്. ഞാനിപ്പോൾ എൻ്റെ മൈനിങ് ഏരിയയിലോട്ട് പോകുമ്പം എനിക്ക് തോന്നുന്നു -61 എങ്ങാണ്ടാണ് ഇതുള്ളത്. -61 എല്ലാ സീഡിലും ഈ സംഭവങ്ങളുണ്ട്. ഈ ബെഡ് റോക്കിൻ്റെ സംഭവം ഉണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും ഞാൻ എന്തോ പറയുന്നതെന്ന്. അപ്പം നമ്മൾ ആ സ്ഥലത്ത് കൊണ്ടുപോയി വിതറിനെ സ്പോൺ ചെയ്യുമ്പം വിതർ ഒരു ബെഡ് റോക്കിൻ്റെ വേറൊരു സ്ഥലത്ത്, അതായത് അവിടുന്ന് നേരെ തെറിച്ച് പോയിട്ട് വേറെ ബെഡ് റോക്കിൻ്റെ ഒരു കേജിൽ പോയി ലോക്കായി വീഴും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനിപ്പം ആ സ്ഥലത്തെത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. ഞാൻ ആ കോർഡിനേറ്റ്സ് ഇവിടെ കൊടുത്തേക്കാം. ഏത് സ്ഥലത്താണ് നിങ്ങളുടെ വേൾഡിലാണേലും ഈ നിങ്ങളുടെ സീഡിൽ തന്നെ ഈ കോർഡിനേറ്റ്സിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു സ്ഥലം കിട്ടും. ഈ സ്ഥലത്ത് നമ്മളിതെല്ലാം ക്ലിയർ ചെയ്യണം. ഇതെല്ലാം ക്ലിയർ ചെയ്യുക. എന്നിട്ട് നമ്മൾ സോൾ സാൻഡ് എടുത്ത് ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ സോൾ സാൻഡ് വെക്കാൻ പോകുന്നത്. ആദ്യം ഈ ബ്ലോക്ക് നമുക്ക് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് മേളിലോട്ട് കയറി എന്നിട്ട് നമുക്ക് ഈ സോൾ സാൻഡ് എടുക്കുക. നമ്മുടെ കയ്യിലുള്ള സോൾ സാൻഡ് ഇങ്ങനെ വെച്ചിട്ട്
അപ്പുറത്തെ ഇപ്പോൾ ബാക്കിൽ പോയിട്ട് ഇവിടെ സോൾ സാൻഡ് വെക്കുക. അപ്പോൾ ഒരു ടീ പോലെ ആവും, ഒരു ചരിച്ചിട്ട ടീ പോലെ ആവും. എന്നിട്ട് നമ്മുടെ വിതറിൻ്റെ സ്കള്ള് കൊണ്ട് ഇവിടെ വെക്കുക. അപ്പം കണ്ടല്ലോ, തെറിച്ച് പോയി അവിടെ ഒരു കേജ് ഉണ്ട്. ഇത് നിങ്ങളുടെ സീഡിലും ഇതുപോലൊരു കേജ് അവിടെ കാണും. അത് എല്ലാ സീഡിലും ഈ കോർഡിനേറ്റ്സിൽ പോയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. കണ്ടില്ലേ ഗൈസ്, നമ്മളൊന്നും ചെയ്യണ്ട. ജാവയിൽ നമ്മളൊരു ഗ്ലിച്ച് വെച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ ആ ഗ്ലിച്ച് വെച്ച് നമ്മൾ ഇവിടെയും കൊല്ലുന്നത്. ഞാൻ എല്ലാത്തിലും നോക്കി ഈ കറക്റ്റ് ഞാൻ ചെയ്ത പോലെ നിങ്ങളും ചെയ്യുവാണെങ്കിൽ അത് കറക്റ്റായിട്ട് അവിടെ കയറും. ഞാൻ വേറെ കുറേ സീഡിൽ ഞാനിത് ചെയ്തു നോക്കി. അപ്പോൾ ഇത് വർക്കിംഗ് ആണ്. ഞാൻ പണ്ട് കളിച്ച വേൾഡിലും ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് വർക്കിംഗ് ആണ് ഗൈസ്. അപ്പം ഇവിടെ ഞാൻ കുറേ നേരം എടുക്കും. നമ്മൾ കൊല്ലുമല്ലല്ലോ, അപ്പോൾ ഗ്ലിച്ച് വെച്ചല്ലേ ചാവുന്നത്. അപ്പം ഇവിടെ ഞാൻ കുറേ നേരം നിൽക്കാം. നിങ്ങളൊന്ന് കണ്ടോ കേട്ടോ. ഗായ്സ്, അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റാർ കിട്ടി, നെതർ സ്റ്റാർ കിട്ടി. അപ്പോൾ ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വേൾഡിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അവിടെ ഒരു സ്കെൽട്ടൻ കിടന്ന് കറങ്ങുന്നുണ്ട്. അവനെ ഒന്ന് തട്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടുന്ന് കുറേ ബ്ലോക്ക് അവൻ തന്നെ പൊട്ടിച്ച് കളയും. ആദ്യം നമുക്ക് ഈ സ്കെൽട്ടനെ ഒന്ന് പോവാം. ഞാനിവിടെ ടോർച്ച് വെച്ചാൽ, അപ്പം ഇതിൻ്റെ എക്സ്പ്ലോഷൻ വഴി ആ ടോർച്ച് അത് പൊട്ടിച്ച് കളയും. അപ്പം ഇനി നേരെ അങ്ങോട്ട് പോവാം. എന്നിട്ട് ആദ്യം നമുക്ക് വേഗം ബീക്കൺ ഒന്ന് സെറ്റ് ചെയ്യാം ഗൈസ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് വർക്കിംഗ് ആണ് ഗൈസ്. ഞാൻ വേഗം വീട്ടിലോട്ട് പോകും ഗൈസ്. അങ്ങനെ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ഞാൻ മൈൻ ചെയ്യാൻ നേരം എനിക്ക് കുറേ ബ്ലോക്കും ഡയമണ്ടും ഒക്കെ കിട്ടി. 6 ഡയമണ്ടോ 16 ഡയമണ്ട് എനിക്ക് കിട്ടി. ഈ ബ്ലോക്കെല്ലാം കൂടെ നമ്മുടെ ബാണിൽ കൊണ്ട് വെച്ചിട്ട് നമുക്ക് നെതർ സ്റ്റാർ ഉണ്ടാക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ നെതർ സ്റ്റാറും പിന്നെ 3 ഒബ്സീഡിയനും ഇരിപ്പുണ്ട്. എനിക്ക് കുറച്ച് ഗ്ലാസും കൂടെ വേണം. ഗ്ലാസിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. അത്യാവശ്യം കുറച്ച് ഗ്ലാസ് വേണം. ഇതാണ് നമ്മുടെ ട്രാഷ് ക്യാൻ. ഇത് ഞാൻ കാണിച്ചില്ല. ഇതിൻ്റെ താഴെ ലാവയാണ് ഗൈസ്. അപ്പോൾ ഒത്തിരി സാധനങ്ങൾ നമ്മുടെ കയ്യിൽ വരുമ്പോൾ അങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ പറ്റും. ഇനി നേരെ ഇത് ബീക്കൺ ഉണ്ടാക്കാം. ഞാൻ കുറച്ച് ഇതിവിടെ വെച്ചിട്ടുണ്ട്. ഇത് തികയുമെന്ന് തോന്നുന്നു. ഇല്ല ഗൈസ്, ഒരെണ്ണം കൂടെ വേണം. ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതും കൂടെ ഒന്ന് കിട്ടട്ടെ. ഓക്കെ, നമ്മൾ അങ്ങനെ ബീക്കൺ ഉണ്ടാക്കിയിരിക്കുകയാണ് ഗൈസ്. ഇനി നമ്മൾ ഭയങ്കര ഓപ്പിയായിരിക്കും. ഇനി നമ്മൾ കുറച്ചും കൂടെ എല്ലാം കാര്യങ്ങൾ സ്പീഡിലൊക്കെ ചെയ്യാൻ പറ്റും. മൈനിങ്ങിനാണേലും ഏതൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും നമുക്കിനി സ്പീഡിൽ ചെയ്യാൻ പറ്റും. നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും ബീക്കൺ ഫുള്ളി നമ്മളിവിടെ വെക്കാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക. ഓക്കെ, ബൈ ബൈ, ടാറ്റാ ടാറ്റാ.